ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു NKL EDITS. ഗൈസ് അപ്പോൾ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ കുറേ ദിവസമായി. കാരണം എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ആ വീഡിയോ ഇടാൻ വേണ്ടി പറ്റാതിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് വളരെ സിമ്പിളായിട്ട് കളയാൻ പറ്റിയ 5 കിട്ടുന്ന ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. നിങ്ങൾക്ക് മുമ്പേ അറിയുന്ന ആപ്ലിക്കേഷൻ തന്നെ ആയിരിക്കും. പുതിയ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഓരോ ആപ്ലിക്കേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഗൈസ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കൈൻ മാസ്റ്റർ ആണ്. കൈൻ മാസ്റ്റർ പറഞ്ഞാൽ നമുക്ക് മുമ്പേ ഇല്ലേ, അതായത് നമ്മൾ എഡിറ്റിംഗ് ഒക്കെ തുടങ്ങിയത് ചിലപ്പോൾ ഈ കൈൻ മാസ്റ്ററിലായിരിക്കും മുമ്പേ എഡിറ്റ് ചെയ്യുന്നവർ. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഈ മാഷപ്പ് ഒക്കെ ചെയ്യുന്നവർ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് കൈൻ മാസ്റ്റർ. അപ്പോൾ ഒരു എഡിറ്റർക്ക് കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം കൈൻ മാസ്റ്ററാണ് നമ്മുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഇൻ്റർഫേസ് ആയിരിക്കും. അപ്ഡേറ്റും കാര്യങ്ങൾ ഫുൾ ഇൻ്റർഫേസ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഇത്രയും റേഷ്യോസ് വരുന്നുണ്ട്. മുമ്പൊക്കെ ഇത്രയും റേഷ്യോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇത്രയും റേഷ്യോ വരുന്നുണ്ട്. ഇതിലൊരു റേഷ്യോ സെലക്ട് ചെയ്യുക, ദെൻ നമ്മൾ ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ മീഡിയ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇമേജ് അസെറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ ലെങ്ത് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഇത്ര മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ലെയറിൽ പോവുക, മീഡിയയിൽ വരിക. ലെയറിൽ നമ്മൾ മീഡിയയിൽ വന്ന ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ക്ലിപ്പാണ് ഫസ്റ്റ് കണ്ടത്, അപ്പം ഇതന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ നിങ്ങളത് സ്ക്രീനിൽ ഫില്ല് ചെയ്യുന്ന രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ. ദെൻ നമ്മളിവിടെ ആ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്ത് താഴേക്ക് വരുമ്പം ഇവിടെ മാജിക് റിമൂവർ എന്ന് പറഞ്ഞൊരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരും, അതായത് റിമൂവിങ് പ്ലീസ് ഡോണ്ട് ക്ലോസ് കൈൻ മാസ്റ്റർ ഓർ ടേൺ ഓഫ് യുവർ ഡിവൈസ്. ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ദെൻ അതിൻ്റെ താഴെ ലോഡിംഗ് തൊട്ട് പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു വർക്ക്, അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അലൈറ്റ് എമോഷനിലാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഏകദേശം ആ ഒരു കൈൻ മാസ്റ്റർ ആപ്ലിക്കേഷൻ തന്നെ ഇപ്പം ബാക്ക്ഗ്രൗണ്ട് സ്വന്തമായിട്ട് തന്നെ പ്രോസസ്സ് ചെയ്ത് റിമൂവ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്യാപ് കട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്യാപ് കട്ട് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിൻ്റെ കുറച്ച് വീഡിയോസ് ഇതിൽ ചെയ്തിട്ടിട്ടുണ്ട്. എൻ്റെ ചാനലിൽ തന്നെ കുറേയധികം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു VPN കണക്ട് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എഫക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു VPN കണക്ട് ചെയ്ത ശേഷം നമ്മൾ ന്യൂ പ്രോജക്റ്റ് കൊടുക്കുക. ഇതാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു വീഡിയോ, അതായത് ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ തന്നെ എടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഞാനത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ എൻഡിങ്ങിൽ ഇതേപോലെ ക്യാപ് കട്ട് പറഞ്ഞൊരു ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക, നമ്മൾ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ പെർസെൻറ്റേജ് പോകുന്നുണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുക. ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എൻ്റെ ഇമെയിലിൽ ക്യാപ് കട്ട് വേർഷൻ കുറച്ച് പഴയതായതുകൊണ്ടാണ് ഇത് മാത്രം. ഇപ്പം പുതിയ വേർഷനിലെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് നമുക്ക് തന്നെ കട്ട് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് പുതിയ ക്യാപ് കട്ടിൽ. ഇത് അതിൻ്റെ തൊട്ട് പിറകെയുള്ള വേർഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ മാത്രം നിങ്ങൾ കാണുന്നത്. നിങ്ങൾ പുതിയ വേർഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനും കൂടെ കാണിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് കണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ കൈൻ മാസ്റ്ററിലായാലും ക്യാപ് കട്ടിലായാലും വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക. ഓക്കെ, അപ്പം അതാണ് ഞാൻ റിമൂവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ആപ്പും കൂടി ഒരു വീഡിയോ ആയി ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വിവ വീഡിയോ എഡിറ്റർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. വിവ വീഡിയോ എഡിറ്റർ. അപ്പം നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പം ഇതേപോലെ ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. ഇവിടെയും നമ്മൾ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ വീഡിയോ ടാപ്പ് ചെയ്യുക. വീഡിയോ ടാപ്പ് ചെയ്ത ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ വീഡിയോ തന്നെയാണ് എടുക്കുന്നത്. അത് നമ്മളിതിലേക്ക് സിമ്പിളായിട്ട് തന്നെ ഓപ്പൺ ആയി വരും. ദെൻ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇപ്പോൾ കാണാൻ സാധിക്കും റിമൂവ് ബാക്ക്ഗ്രൗണ്ട്. അത് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പ്രോസസ്സിങ് നടക്കും. കുറച്ച് സമയം അവർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവർ തന്നെ, അതായത് ആ ഒരു ആപ്പ് തന്നെ നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് തരും. ഇനി ഇതിൽ ഒരു എക്സ്ട്രാ ഫീച്ചർ എന്ന് പറയാൻ വേണ്ടി നമുക്കിവിടെ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. എഫക്റ്റ് അല്ലെങ്കിൽ
ഓക്കെ, എഫക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് കുറേ അധികം ഇതേപോലുള്ള സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഇതിൽ ഞാൻ ഇപ്പോൾ ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആദ്യ പ്രോസസ്സായിട്ട് നമുക്ക് ഇതേപോലൊരു സംഭവം കിട്ടും. അതായത് നമ്മളിപ്പം വീഡിയോസിനൊക്കെ നമ്മൾ കവർ പിക്ക് സെറ്റ് ചെയ്യുമ്പം ഇതേപോലുള്ള ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഇത് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, വേറൊന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതേപോലെ കുറേ അധികം അതായത് ബാക്ക്ഗ്രൗണ്ട്സ് എഫക്ട്സ് ഇതിൽ കുറേ ഉണ്ട്. ദെൻ നമ്മളിത് ക്ലിക്ക് ചെയ്താൽ നമുക്കിതാ ഈ ഒരു അതായത് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത് മാത്രം ഔട്ട്ലൈൻ ആയിട്ട് ഇതേപോലൊരു സംഭവം കിട്ടും. അങ്ങനെ കുറേ അധികം എഫക്ട്സ് ഇതിലുണ്ട്. ഇത് നമ്മളിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതേപോലെ മൂവ് ആവുന്ന രീതിക്കും അങ്ങനെ കുറേ അധികം എഫക്ട്സ് ഉണ്ട്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ അധികം വീഡിയോസൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഇപ്പോൾ കണ്ടപ്പം ഇതിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ, ഒരു ആപ്ലിക്കേഷനായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റീൽസൊക്കെ എഡിറ്റ് ചെയ്യാൻ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മോഷൻ നിഞ്ച എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. അപ്പം ആ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെയാണ് കാണിക്കുന്നത്. ഹൺഡ്രഡ്സ് ഓഫ് ലൈക്ക് എഫക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് പോവുകയാണ്. റിയൽ 3D എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക. ഇതിൽ നമുക്ക് തന്നെ സ്മൂത്ത് ട്രാൻസിഷൻ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നോട്ട് നൗ അടിച്ച് വിടുകയാണ്. ദെൻ നമുക്കിതിൽ തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ സ്മൂത്ത് വെലോസിറ്റി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്, മോഷൻ ബ്ലർ, അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ആർക്കെങ്കിൽ ഇതിൻ്റെ ട്യൂട്ടോറിയൽസ് വേണമെന്നുണ്ടെങ്കിൽ പറയുക, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ ഒരു റേഷ്യോ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ദെൻ നമ്മൾ ഇതിൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോസിലേക്ക് വരുന്നു. നമ്മൾ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ക്ലിപ്പ് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലിപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ദെൻ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഡിറ്റിലേക്ക് വരിക. എഡിറ്റിലേക്ക് വരുമ്പോൾ ഞാൻ ഇതിപ്പം ഇന്ന് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്കിവിടെ കുറേ അധികം സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾക്കിവിടെ കട്ട് ഔട്ട് പറഞ്ഞിട്ട് കാണിക്കും, അതൊന്ന് ടാപ്പ് ചെയ്യുക. ഇതിൽ നമുക്ക് പീപ്പിൾ കട്ട് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ വീഡിയോ കട്ടൗട്ട് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് വരും. അത് വളരെ വേഗം തന്നെ സ്പീഡിൽ തന്നെ അത് പ്രോസസ്സ് ആവുന്നുണ്ട്. 100% സെറ്റ്. ദെൻ നമ്മൾ ടിക്ക് കൊടുക്കുക. കറക്റ്റായിട്ട് അത് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലും നമുക്ക് ക്രോമ ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാടധികം ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ആപ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ ഒരു ആപ്പിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, ഞാൻ അതിൻ്റെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 4 ആപ്ലിക്കേഷനേ ആയിട്ടും എനിക്കറിയാം. ഒരു ആപ്ലിക്കേഷനും കൂടെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിനി, പക്ഷേ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ആ ഒരു സംഭവം എനിക്ക് കിട്ടിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ചൈനീസ് ആപ്പാണ്. അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ വൈറസ് ഡിറ്റക്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സീനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ആപ്ലിക്കേഷൻ ഇതിലേക്ക് ഡൗൺലോഡ് ആക്കിയിട്ടില്ല. അതുകൊണ്ടാണ് 4 ആപ്പിൽ ഞാൻ നിർത്തുന്നത്. അപ്പോൾ ഈ ഒരു 4 ആപ്പും കിട്ടില്ല ആപ്പാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അതുപോലെ ഇതിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റായി പറയുക. കാരണം കൈൻ മാസ്റ്ററിൻ്റെ ഒക്കെ ലിങ്ക് ഓൾറെഡി ഗൂഗിളിൽ തന്നെ ഉണ്ടാവും, എല്ലാ ആപ്ലിക്കേഷനും ഗൂഗിളിൽ തന്നെ ഉണ്ടാവും. എന്നാലും നിങ്ങൾക്ക് കിട്ടാത്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റായി പറഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് ആ ഒരു ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.